ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു KC ട്യൂട്ടോറിയൽസ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള PSCയുടെ 10th ലെവൽ പ്രിലിംസ് എക്സാമിന് പഠിച്ചിരിക്കേണ്ട GK ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കേരളവുമായി റിലേറ്റ് ചെയ്ത GK ക്വസ്റ്റ്യൻസ് ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ ആകെ എണ്ണം എത്രയാണ്? 4. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനവും കേരളം തന്നെയാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന താലൂക്ക് ഏതാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചതും ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതുമായ സംസ്ഥാനവും കേരളം തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചതും ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതുമായ ഇന്ത്യൻ സംസ്ഥാനവും കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കോട്ടയം. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഐരാപുരം. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അധിഷ്ഠിത വ്യവസായശാല സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലയിലെ ചാക്കയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥാപിതമായത് ഐരാപുരത്താണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അധിഷ്ഠിത വ്യവസായശാല സ്ഥാപിതമായത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചാക്കയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കണ്ണൂർ. എന്നാൽ കശുവണ്ടി വ്യവസായത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ്. ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യ തീരദേശ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ തീരദേശ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണ്? വലിയതുറ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മലേറിയ വിമുക്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മലേറിയ വിമുക്ത സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലെ ആദ്യ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ പാലോട്. വയനാട്ടിലെ അമ്പുകുത്തി മലയിലെ പ്രസിദ്ധമായ ശിലായുഗ ഗുഹകൾ ഏതാണ്? വയനാട്ടിലെ അമ്പുകുത്തി മലയിലെ പ്രസിദ്ധമായ ശിലായുഗ ഗുഹകൾ ഏതാണ്? എടയ്ക്കൽ ഗുഹകൾ. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ കവണാറിന്റെ തീരത്താണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ച കേരളത്തിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ഏതാണ്? പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ച കേരളത്തിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? നഗരൂർ. മെയിൻ സെൻട്രൽ റോഡ് അഥവാ MC റോഡ് ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശത്തെയാണ്? മെയിൻ സെൻട്രൽ റോഡ് അഥവാ MC റോഡ് ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശത്തെയാണ്? തിരുവനന്തപുരം ടു അങ്കമാലി. കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ സ്റ്റേറ്റ് ഹൈവേ ആയ SH8 മെയിൻ ഈസ്റ്റേൺ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ സ്റ്റേറ്റ് ഹൈവേ ആയ SH8 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പുനലൂർ ആൻഡ് മൂവാറ്റുപുഴ. അപ്പോൾ കേരളത്തിലെ നീളം കൂടിയ രണ്ടാമത്തെ സ്റ്റേറ്റ് ഹൈവേ ആണ് SH8. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പുനലൂർ ആൻഡ് മൂവാറ്റുപുഴ. കേരളത്തിലെ പ്രധാന ജലപാത
ഏതാണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട ജലപാത നീലേശ്വരം മുതൽ കോവളം വരെയുള്ളതാണ്. അതായത് നീലേശ്വരം മുതൽ കോവളം വരെയുള്ള വെസ്റ്റ് കോസ്റ്റ് ജലപാതയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ജലപാത. കനാലിന്റെ നീളം എത്രയാണ്? 595 കിലോമീറ്റർ ആണ് കനാലിന്റെ നീളം. ഹാൻടെക്സിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. ഹാൻവീവിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ഇനി പൊന്മുടി എന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൊന്മുടി എന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ പൊന്മുടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം ആൻസർ ചെയ്യുക. പൊന്മുടി എന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എന്നാൽ പൊന്മുടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ദക്ഷിണ നാവിക കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചി. സതേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിൽ. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തിന്റെ പേര്. നേപ്പിയർ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പിയർ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ്. അതുപോലെ തന്നെ ന്യൂമിസ്മാറ്റിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാടാണ്. നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട്. കേരളത്തിൽ 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യത്തെ ഗ്രാമം ഏതാണ്? കേരളത്തിൽ 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യത്തെ ഗ്രാമം ഏതാണ്? കൊല്ലം ജില്ലയിലെ മേലില. സെന്റ് തോമസ് കോട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? സെന്റ് തോമസ് കോട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? തങ്കശ്ശേരി കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ ESI മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ESI മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണ്? പാലക്കാടാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം അല്ലെങ്കിൽ സ്ഥലം എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഉത്തരം പുനലൂരാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം അല്ലെങ്കിൽ പ്രദേശം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഉത്തരം പുനലൂരാണ്. അറബിക്കടലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കൊല്ലമാണ്. വേമ്പനാട്ട് കായലിന്റെ ഒരു ശാഖ ആലപ്പുഴയിൽ വെച്ച് അറബിക്കടലുമായി ചേരുന്നു. ആ ഭാഗത്തിന്റെ പേര് എന്താണ്? വേമ്പനാട്ട് കായലിന്റെ ഒരു ശാഖ ആലപ്പുഴയിൽ വെച്ച് അറബിക്കടലുമായിട്ട് ചേരുന്നുണ്ട്. ആ ഭാഗത്തിന്റെ പേരാണ് അന്ധകാരനഴി. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? വേമ്പനാട്ട് കായൽ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അഥവാ PHC ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ ഓതറയാണ്. പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇരവിപേരൂർ. കേരള സർക്കാരിന്റെ ആദ്യത്തെ ജൈവ വൈവിധ്യ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരള സർക്കാരിന്റെ ആദ്യത്തെ ജൈവ വൈവിധ്യ പുരസ്കാരം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇരവിപേരൂർ. കേരളത്തിലെ ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മാരാരിക്കുളം സൗത്ത്. ഭാരത സർക്കാരിന്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഉൽപ്പന്നം ഏതാണ്? ഭാരത സർക്കാരിന്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഉൽപ്പന്നമാണ് ആറന്മുള കണ്ണാടി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് എന്താണ്? ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് എന്താണ്? ശബരിമല മകരവിളക്ക്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലമേള ഏതാണ്? കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലമേളയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെടുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്.
എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അപ്പോൾ ഇത് നടക്കുന്ന കായൽ പുന്നമടക്കായലാണ്. അതായത് വേമ്പനാട്ട് കായൽ കുട്ടനാട് ഭാഗത്ത് അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ എന്നുള്ളത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജലമേള നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇത് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പുന്നമടക്കായലിലാണ് നടക്കുന്നത്. വേമ്പനാട്ട് കായൽ കുട്ടനാട് ഭാഗത്ത് അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ എന്നുള്ളത്. ഇനി ആദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് എന്നാണെന്ന് നോക്കാം. 1952 ആദ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത്. അന്ന് ജേതാക്കളായത് നടുഭാഗം ചുണ്ടനായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. ആദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് 1952 ആദ്യത്തെ ജേതാക്കൾ നടുഭാഗം ചുണ്ടനായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടനാണ്. ഇനി വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏത് വള്ളംകളിയാണ്? വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏത് വള്ളംകളിയാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. അപ്പോൾ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ട്രോഫികളാണ് മന്നം മെമ്മോറിയൽ ട്രോഫിയും ആർ ശങ്കർ മെമ്മോറിയൽ ട്രോഫിയും. ഇവ രണ്ടും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുമായി ബന്ധപ്പെട്ടതാണ്. മദർ തെരേസ വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? മദർ തെരേസ വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അച്ഛൻ കോവിലാറിലാണ്. ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫി ഏതാണ്? ചമ്പക്കുളം മൂലം വള്ളംകളി ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫി ഏതാണ്? രാജപ്രമുഖൻ ട്രോഫി. ഇനി ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കേരളത്തിലെ ഹോളണ്ട്, പമ്പയുടെ ദാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കേരളത്തിലെ ഹോളണ്ട്, പമ്പയുടെ ദാനം എന്നൊക്കെ അറിയപ്പെടുന്നത് കുട്ടനാടാണ്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ലോകത്ത് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന ഏക സ്ഥലവും ഏതാണ്? കുട്ടനാട് തന്നെയാണ്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുട്ടനാടാണ്. ലോകത്ത് സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന ഏക സ്ഥലവും കുട്ടനാട് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? ദീപിക. കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള പത്രം മലയാള മനോരമയാണ്. അപ്പോൾ മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ദീപികയാണ്. ഏറ്റവും പ്രചാരമുള്ള പത്രം മലയാള മനോരമയാണ്. മലയാള മനോരമ ദിനപത്രത്തിന്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. KPSCയുടെ ആസ്ഥാനം എവിടെയാണ്? KPSCയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കായംകുളം. അപ്പോൾ KPSCയുടെ പൂർണ്ണരൂപം കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്നാണ്. അപ്പോൾ KPSCയുടെ ആദ്യ നാടകം എൻ്റെ മകനാണ് ശരി എന്നുള്ളതാണ്. KPSCയുടെ ആദ്യ നാടകം ഏതാണ്? എൻ്റെ മകനാണ് ശരി. എന്നാൽ രണ്ടാമത്തെ നാടകം വളരെ പ്രസിദ്ധമാണ്. അതാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. അപ്പോൾ KPSCയുടെ ആസ്ഥാനം കായംകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പൂർണ്ണരൂപം കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്നാണ്. KPSCയുടെ ആദ്യ നാടകത്തിന്റെ പേര് എൻ്റെ മകനാണ് ശരി എന്നുള്ളതാണ്. രണ്ടാമത്തെ നാടകമാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നത്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന കവിത ആരുടേതാണ്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന കവിത ആരുടേതാണ്? പന്തളം KP രാമൻപിള്ള. എന്നാൽ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന കവിത ആരുടേതാണ്? പന്തളം കേരളവർമ്മ. അപ്പോൾ തിരിഞ്ഞു പോകരുത്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നത് പന്തളം KP രാമൻപിള്ള എഴുതിയതാണ്. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം എന്നത് പന്തളം കേരളവർമ്മ എഴുതിയ കവിതയാണ്. കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയാണ് ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ. ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ ആണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി ആരാണ്? KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ മലയാളിയും VK കൃഷ്ണമേനോൻ അവാർഡിന് ആദ്യം അർഹനായതും KG ബാലകൃഷ്ണനാണ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി ആരാണ്? KG ബാലകൃഷ്ണൻ. ഇദ്ദേഹം തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യത്തെ മലയാളിയും. ഇത് കൂടാതെ VK കൃഷ്ണമേനോൻ അവാർഡിന് അർഹനായ വ്യക്തിയും KG ബാലകൃഷ്ണനാണ്. ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റിന്റെ പേര് എന്താണ്? ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റിന്റെ പേരാണ് മനസ്വിനി. ഇത് കോട്ടയം ജില്ലയിലെ യൂണിറ്റ് ആണ്.
ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കഴ്സൺ പ്രഭു. ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.